ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായി ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 1 രാജാക്കന്മാർ 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 18 അധ്യായം 30 വാക്യം. അപ്പോൾ ഏലിയാവ്, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിശ്വാസപരവും ആത്മീയവും നാടകീയവുമായ രംഗങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് നാം കാണുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നു പോയേക്കാവുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഇവിടെ എലിയ പ്രവാചകൻ കടന്നു പോകുന്നു. പട്ടിണി, ഭയം, മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷങ്ങൾ, ദൈവിക കൃപ അനുഭവിച്ചറിയുന്ന സമയങ്ങൾ, അങ്ങനെ എല്ലാം. ഈ സംഭവത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ പരിശീലനം. 1 രാജാക്കന്മാർ 17 അധ്യായത്തിൽ ദൈവിക കൽപ്പന പ്രകാരം വരുവാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് പ്രവാചകൻ ആഹാബ് രാജാവിനോട് പ്രവചിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് യഹോവ പറഞ്ഞതനുസരിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി കെരീത്ത് തോട്ടിനരികെ യഹോവ ഏലിയാവിനെ താമസിപ്പിക്കുന്നു. ഭയപ്പാടാണ് ഇവിടെ എങ്ങും നിഴലിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ദൈവം നമ്മെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മെ തകർക്കുവാനായിട്ടല്ല, പിന്നെയോ അടുത്ത വലിയൊരു ദൗത്യത്തിനായി അവൻ നമ്മെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതെങ്ങനെ ഞാൻ തരണം ചെയ്യും എന്ന് നമ്മൾ ഓർക്കുന്ന നമ്മുടെ ഭാരങ്ങളിൽ നാം ഓർക്കേണ്ടത്, തമ്പുരാൻ എന്നെ മറ്റൊരു വലിയ ദൗത്യത്തിനായി രൂപപ്പെടുത്തുന്നു എന്നാണ്. കാരണം ഏലിയാവിന് കാക്കയാൽ ആഹാരം നൽകിയ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇന്നും സന്നദ്ധനാണ്. വിധവയുടെ കരങ്ങളിലെ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് യഹോവ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനാൽ നമ്മുടെ വിശ്വാസം അനുദിനം മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയാകണം. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് സത്യദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഇവിടെ 1 രാജാക്കന്മാർ 18 അധ്യായത്തിൽ സത്യദൈവവും വ്യാജ ദൈവവും തമ്മിലുള്ള പോരാട്ടത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ വലിയൊരു യാഗം കഴിക്കുന്നതായി നമ്മൾ കാണുന്നു. 1 രാജാക്കന്മാർ 18 അധ്യായത്തിൻ്റെ 37 വാക്യത്തിൽ തകർന്നു കിടന്ന യാഗപീഠങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷം അവിടെ പ്രവാചകൻ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നീ തന്നെ യഹോവ, നീ തന്നെ ദൈവം എന്ന് അറിയേണ്ടതിന് പ്രാർത്ഥന കേൾക്കണമേ എന്ന്. ഇവിടെ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി ഹോമയാഗത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പ്രവാചകൻ സത്യദൈവത്തെ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ യഹോവ തന്നെ ദൈവം എന്ന് ജനം പറയുകയും ദൈവസന്നിധിയിൽ ജനമെല്ലാം കവിണ്ണു വീണുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ ഏലിയാവിനെ പോലെ നാം നമ്മുടെ തകർന്ന ബലിപീഠങ്ങൾ അഥവാ നമ്മുടെ തകർന്നു പോയ ആത്മീയ ജീവിതം പണിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുറവുകളിൽ നമ്മെ കൈവിടാത്ത ദൈവം ഏലിയ പ്രവാചകനെ പോലെ നമ്മെയും ശക്തീകരിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ ശോധനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിലൂടെ ദൗത്യത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ തുടർന്നുള്ള യാത്രയിലൂടെ ജീവിക്കുന്ന ദൈവത്തെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള മുഖാന്തരത്തെ അവിടുന്ന് ഒരുക്കണമേ. ആമേൻ.